ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയം മുൻപാണ് തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും തിരുവനന്തപുരം MLA-യുമായ ആന്റണി രാജുവിന് കോടതി തടവ് ശിക്ഷ വിധിച്ചത്. ആന്റണി രാജു പുറത്തേക്ക് വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. വിധിക്ക് ശേഷം കോടതിക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന ആന്റണി രാജുവിന് നേരെ വലിയ പ്രതിഷേധമാണ് അവിടെ കോടതി പരിസരത്തുണ്ടാവുന്നത്. പോലീസ് നന്നേ പണിപ്പെടുന്നുണ്ട് പ്രതിഷേധക്കാരെ നിയന്ത്രിക്കാൻ. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ശിക്ഷ വിധി കേട്ട ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ആന്റണി രാജുവിന് നേരെയുള്ള വലിയ പ്രതിഷേധമാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആരാണ് പ്രതിഷേധവുമായി എത്തിയത്? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ആന്റണി രാജു ശിക്ഷാവിധി കേട്ട് പുറത്തേക്ക് വരുമ്പോൾ സമാനതകളില്ലാത്ത പ്രതിഷേധമാണ് നെടുമങ്ങാട് കോടതി പരിസരത്ത് ആന്റണി രാജുവിനെതിരെയും ഉണ്ടായിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം നെടുമങ്ങാട് കോടതി പരിസരത്ത് പോലീസിനെതിരെയും അതോടൊപ്പം തന്നെ ആന്റണി രാജുവിനെതിരെയും ഉണ്ടായത്. പോലീസും പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് വരികയായി കാര്യങ്ങൾ. കാരണം വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് ആന്റണി രാജുവിന്റെ വാഹനം ത്തിന്റെ ചില്ലുകൾ തകർക്കാനുള്ള ശ്രമമാണ് പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ അത് പോലീസ് വേറെ ഭയപ്പെട്ടാണ് തടഞ്ഞത്. ഏറെ മിനിറ്റുകൾ പോലീസ് പ്രവർത്തകരും തമ്മിൽ നേർക്കുനേർ നെടുമങ്ങാട് ടൗണിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. പ്രതിഷേധങ്ങൾക്ക് ഇടയിലൂടെ വലിയ തരത്തിലുള്ള വാക്കുതർക്കം. ആ തർക്കത്തിനൊടുവിൽ ഇപ്പോഴും രൂക്ഷമായ തർക്കം പോലീസുമായി കോൺഗ്രസ് പ്രവർത്തകർ ചേക്കര അനിലിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ പോലീസുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. പോലീസിനെയും വലിയ തരത്തിലുള്ള പ്രതിഷേധം. ഒരുപക്ഷെ കൂടുതൽ സജ്ജീകരണങ്ങൾ പോലീസ് ഒരുക്കേണ്ടിയിരുന്നുവെന്ന് തോന്നും. കാരണം അത്തരത്തിലുള്ളൊരു പ്രതിഷേധമാണ് അല്പസമയം മുമ്പ് കോടതി പരിസരത്ത് ഉടലെടുത്തത്. ആന്റണി രാജുവിന്റെ വാഹനം പോലീസിന്റെ അകമ്പടിയൊന്നും ഇല്ലാതെയാണ് ഇവിടുന്ന് പോയിരിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ പ്രതിഷേധങ്ങൾ നഗരത്തിലേക്ക് വരുന്ന വഴിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. അല്പസമയം മുമ്പാണ് ആന്റണി രാജു കോടതി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്തേക്കിറങ്ങിയത്. ആന്റണി രാജുവിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രാവിലെ മുതൽ തന്നെ ഈ കുറ്റക്കാരനാണ് എന്ന് കോടതി പറഞ്ഞതിന് പിന്നാലെ തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഈ കോടതി പരിസരത്ത് തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിലാണ് ആ പ്രതിഷേധങ്ങൾ മറ്റൊരു തരത്തിലേക്ക് കടക്കുകയും അദ്ദേഹത്തിന്റെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനൊടുവിലാണ് പോലീസ് അവിടെ ബലം പ്രയോഗിച്ച് നീക്കിക്കൊണ്ട് ഇപ്പോൾ ഇത് പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ തരത്തിലുള്ള ഉന്തുന്നതും. നെടുമങ്ങാട് പോലീസ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്നു, വിരട്ടിയോടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്ന തർക്കങ്ങൾക്കൊടുവിലാണ് ഈ വാഹനം ആന്റണി രാജുവിന്റെ വാഹനം ഇവിടെ നിന്ന് കടത്തിവിടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ അത്രയും സംഘർഷ സമാനമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും പോലീസിന് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് കടക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള വാക്കുതർക്കമുണ്ടായിരിക്കുന്നത്. മുതിർന്ന ഉദ്യോഗസ്ഥർ ഇടപെട്ട് രംഗം ശാന്തമാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും അത് എത്ര കണ്ട് ഫലവത്താകുമെന്ന് അറിയില്ല. കാരണം അത്തരത്തിലുള്ള പ്രതിഷേധമാണ് ഈ കോടതി പരിസരത്ത് ഉടലെടുത്തത്. ഒരുപക്ഷെ പ്രവർത്തകരെ വിരട്ടിയോടിക്കാനുള്ള ശ്രമം വരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും കൂട്ടമായി നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി പോലീസിന് നേർക്ക് മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡാൻ, ഉച്ചയ്ക്ക് കുറ്റക്കാരനെന്ന് അറിഞ്ഞു, അതിനുശേഷം വിധിക്കാനുള്ള കാത്തിരിപ്പായിരുന്നു. ഈ സമയത്ത് ഈ കോടതി പരിസരത്ത് സംഘടിച്ചവരാണോ ഇവരൊക്കെ? പോലീസ് ഇത് മുൻകൂട്ടി കണ്ടിരുന്നില്ലേ ഇത്തരം ഒരു പ്രതിഷേധ സാഹചര്യം?
അതായത് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളതിനാൽ ഈ കേസിൽ വിധി പറയുന്നത് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റിയേക്കും എന്നൊരു വിലയിരുത്തലായിരുന്നു നിയമവിദഗ്ധരും അതോടൊപ്പം പോലീസും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മറ്റ് നടപടികളൊന്നും ഉണ്ടാകുമെന്ന് പോലീസ് മുൻകൂട്ടി കരുതിയില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് കാര്യങ്ങൾ കൈവിട്ടുപോയി. പ്രോസിക്യൂഷൻ അത്തരമൊരു ആവശ്യം മുമ്പോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും ഈ കോടതിയുടെ നിയമപരിധിക്കുള്ളിൽ നിന്ന് തന്നെ വിധി പറയാൻ കഴിയുന്ന തരത്തിലാണ് കാര്യങ്ങളെന്ന് മജിസ്ട്രേറ്റ് വ്യക്തമാക്കിക്കൊണ്ടാണ് വിധി പ്രസ്താവം ആരംഭിച്ചത്. പിന്നീട് നാടകീയമായ സംഭവങ്ങളാണ് കോടതി പരിസരത്ത് അരങ്ങേറിയത്. അടിവസ്ത്രം ഉയർത്തിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഈ കോടതി പരിസരത്തേക്ക് തടിച്ചുകൂടുകയായിരുന്നു. തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധമായി കോടതി പരിസരത്തേക്ക് എത്തി. തുടർന്ന് തലയ്ക്ക് മർദ്ദനമേറ്റ അഭിജിത്ത് എന്ന പ്രവർത്തകരുമായി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ കൂട്ടമായി ഇപ്പോൾ കോടതി പരിസരത്ത് നിന്ന് മുദ്രാവാക്യം മുഴക്കി പോലീസിന് നേരെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് കോടതി പരിസരത്ത് നീങ്ങുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. പോലീസുമായി ഉന്തും തള്ളുമുണ്ടാകുന്ന സാഹചര്യം ഇപ്പോൾ ഇതാ ഒരു പ്രവർത്തകന് പരിക്കേറ്റ നിലയിൽ അവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളിൽ കാണാം. നെടുമങ്ങാട് കോടതി പരിസരത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം. ആന്റണി രാജു MLA-ക്കെതിരെ പ്രതിഷേധവുമായി പ്രവർത്തകർ തടിച്ചുകൂടുകയായിരുന്നു. അവിടെ നിന്ന് ഒരു വിധത്തിലാണ് MLA-യുടെ വാഹനം കടത്തി വിടാൻ പോലീസിന് കഴിഞ്ഞത്. വി അരുൺ കൂടി ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഉച്ചത്തൊട്ടേ വലിയ ഉദ്വേഗമായിരുന്നു. ഏത് തരത്തിലായിരിക്കും വിധി? അത് ഈ കോടതി തന്നെ ശിക്ഷ വിധിക്കുമോ? എന്തായിരിക്കും ശിക്ഷ? അങ്ങനെയെങ്കിൽ അയോഗ്യത വരുമോ? അങ്ങനെ പല പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഒരു 5 മണിക്ക് ശേഷം ഈ വിധി വരുന്നത്. ആ സമയത്ത് ഈ ആന്റണി രാജുവിന്റെ ഒക്കെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു? ഇങ്ങനെ ഒരു വിധിയായിരുന്നു അവിടെ അവർ പ്രതീക്ഷിച്ചിരുന്നത്, പ്രതിഭാഗം പ്രതീക്ഷിച്ചിരുന്നത്. എന്തൊക്കെയാണ് പ്രോസിക്യൂഷന്റെ പ്രതികരണങ്ങൾ? ഈ കോടതിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് ആന്റണി രാജു നൽകിയിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ശിക്ഷ നൽകാൻ ഈ കോടതിക്ക് അധികാരമില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായ പ്രശ്നം, ആന്റണി രാജുവിനെ പുറത്തേക്കിറങ്ങുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞതാണ്. ആ തടഞ്ഞതിനെ പോലീസ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു. അതാണ് വലിയ സംഘർഷത്തിലേക്ക് മാറിയത്. കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ഒരു പ്രവർത്തകരെ KSU നേതാവിന് പരിക്ക് പറ്റിയത്. അയാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആംബുലൻസ് എത്തിയിരിക്കുന്നു. ആ ആംബുലൻസിൽ അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. വലിയ കോൺഗ്രസ് പ്രവർത്തകർ രാവിലെ മുതൽ തന്നെ ഇവിടെ സംഘടിച്ച് എത്തുന്നുണ്ടായിരുന്നു. സംഘടിച്ചെത്തി ആന്റണി തടയുമെന്ന ഭീഷണി മുഴക്കിയിരുന്നു. ആദ്യം ഒരു ഘട്ടത്തിൽ തടയുകയും ചെയ്തിരുന്നു. അദ്ദേഹം കയറിപ്പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു, അദ്ദേഹത്തിന്റെ ധാരണ സ്ഥാപിച്ചു. പക്ഷേ അതിനുശേഷമാണ് തിരികെ ഇറങ്ങുമ്പോഴാണ്, ശിക്ഷാ വിധിക്ക് ശേഷം പുറത്തിറങ്ങുമ്പോഴാണ് ആന്റണി രാജുവിനെ വീണ്ടും തടയാൻ ശ്രമിച്ചത്. അപ്പോൾ പ്രവർത്തകരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. ആ പ്രവർത്തകരെ മാറ്റാൻ പോലീസിന് കഴിയാത്തൊരു സാഹചര്യവും ഉണ്ടായതുകൊണ്ട് പോലീസ് ഏറെ ഭയപ്പെട്ടാണ് ആന്റണി രാജുവിനെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മടക്കി അയച്ചത്. അതിനൊടുവിലാണ് പ്രവർത്തകരും പോലീസുമായി വീണ്ടും കുന്നും തള്ളുമുണ്ടാവുകയും സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തതിന്റെ KSUവിന്റെ ഒരു നേതാവിനെ പരിക്കേൽക്കുകയും ചെയ്തു. അയാളെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. അഭിജിത്ത് എന്ന KSU നേതാവിനാണ് പരിക്ക് പറ്റിയത്. അഭിജിത്തിന്റെ തലയ്ക്ക് ലാത്തിയടിയിൽ പരിക്കേറ്റുവെന്നാണ് പ്രവർത്തകർ പറയുന്നത്. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി പോലീസ് ലാത്തി വീശിയെന്നതും വസ്തുതയാണ്. ഏതായാലും ആന്റണി രാജു ഇവിടെ നിന്ന് സുരക്ഷിതരായി കടന്നുപോയി. ഏറെ ഭയപ്പെട്ടാണെങ്കിലും ആന്റണി രാജു ഇവിടെ നിന്ന് കടത്തിവിടാൻ പോലീസിന് കഴിഞ്ഞു. അതിനുശേഷം പ്രവർത്തകരെ ഇവിടെ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇവിടെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നിട്ടുണ്ട്. ഏതായാലും കേരളത്തിലെ ഒരു MLA കൂടി MLA അല്ലാതായി തീരുന്നു. ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ് ഈ MLA സ്ഥാനം നഷ്ടപ്പെടുന്നു. 99 സീറ്റുകൾ അധികാരത്തിലുള്ള പിണറായി ഇടതുമുന്നണിക്ക് ഒരു MLA-യുടെ കൂടി കുറവുണ്ടാകുന്നു. അതാണ് ഇതിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രത്യേകത. ഈ നിയമസഭാ സമ്മേളനം 27-ാം ആന്റണി രാജുവിന് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയില്ല. അദ്ദേഹം ഈ ശിക്ഷ 3 വർഷം ശിക്ഷ കോടതി വിധിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭാ അംഗത്വം റദ്ദായിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം. ഈ കേസിൽ ശിക്ഷ മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് ഇനി മത്സരിക്കണമെങ്കിലും മത്സരിക്കാനുള്ള വിലക്ക് കൂടി നീക്കിക്കൊണ്ട് വേണം കോടതിയുടെ വിധി വരേണ്ടത്.